പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ക നല്ല വൈബാണ്, നല്ല വൈബാണ്. ക്ലൈമറ്റ് ഓൾസോ തണുപ്പ് കുറച്ച് കുറവാണെങ്കിലും ചൂടില്ല. എന്നിട്ട് നമ്മളെ ഫുൾ ടീം ഉണ്ട് ഇവിടെ. ഇത് കുണ്ടള ഡാം. എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുണ്ടള ഡാം കുണ്ടളാണ്. ആദ്യം കറിയാണ് എത്തിയത്. പിന്നെ ചപ്പാത്തി ഉണ്ട്. സൈഡ് ചപ്പാത്തിക്കാരൻ ചപ്പാത്തി പൊറാട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അടുത്ത പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയാണ് കാഴ്ചകൾ. എത്തി. അവിടെ ഫോട്ടോ പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം മട്ടപ്പെട്ടി അങ്ങോട്ട് പോകാൻ. ഓക്കെ, പിള്ളേർ ഗ്ലാസ്സൊക്കെ വാങ്ങണം. നിങ്ങളല്ലാതാവില്ല. ഏത് ഗ്ലാസ് വെച്ചാലും പെട്ടെന്ന് വാങ്ങൂ. നമുക്ക് അങ്ങോട്ട് പോകാം. കമോൺ. അപ്പോൾ പൈസ കൊടുത്തില്ല എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ പോയിന്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പോൾ ഇതിവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവ പൊളിച്ചോ കുതിര സവാരി ഉണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. തേയിലവും അതിന് മുകളിലുള്ള മലയും ഒക്കെ പൊളിക്കും. സെക്യൂറ വാങ്ങിയാ പൊളിച്ചിക്കണ്. നല്ല ലുക്കുണ്ട്. വാങ്ങിക്കോ. അപ്പോൾ ഞങ്ങള് ഫോട്ടോ പോയിന്റ് അല്ലത് ഫോട്ടോ പോയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ ഇറങ്ങി ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് മാട്ടുപ്പെട്ടി അങ്ങോട്ട് പോകുന്നത്. ഇവിടെയാണോ? ഫോട്ടോസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഇത് കഴിഞ്ഞിട്ടല്ല നമ്മൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? ഫോട്ടോ പോയിന്റ്. ഫോട്ടോ പോയിന്റ്. ഒരു മിനിറ്റ്. ഏറ്റവും മൂന്നാറിൽ ഏറ്റവും ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസാണ് ഇതാണ്. മൂന്നാറാക്കിയത് ഈ പ്ലേസാണ്. ഓക്കെ. ഇത് മറ്റേ മാർക്കല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഫോട്ടോസൊക്കെ എടുത്ത് കുതിര സവാരി ഉണ്ട്. കുതിര സവാരി ഉണ്ടായതുകൊണ്ട് എന്താ പറയുക, ഇവിടെ നല്ല ഫാമിലീസും ബാച്ചിലേഴ്സൊക്കെ ഉണ്ട്. ബാച്ചിലേഴ്സിന് പിന്നെ കുതിര സവാരിയിൽ താല്പര്യമില്ല അവർക്ക്. പിന്നെ എന്താ പറയുക, ഫോട്ടോക്ക് നല്ല പോസിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഫോട്ടോ വ്യൂ പോയിന്റ് അതാണ് ഇതിൻ്റെ പേര് വരുന്നത്. കണ്ടോ, ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മലൻ്റെ അങ്ങേയറ്റം വരെ ഫ്രെയിമിൽ കിട്ടും. ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ മലൻ്റെ അങ്ങേയറ്റം വരെ ഫ്രെയിമിൽ കിട്ടും. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇത് വിസിറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾക്ക് അങ്ങോട്ട് മേലേക്ക് മാട്ടുപ്പെട്ടി വഴി കയറി പോകാൻ മൂന്നാറിലോട്ട്. ഓക്കെ, ഇതാ ഒരു കുതിരൻ്റെ ഒപ്പം രണ്ട് മഹാന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്, ഫോട്ടോക്ക് പോസ് ചെയ്യുന്നു. ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ
നല്ല 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 അനുസരണമുള്ള സാധനമാണ്. ഉഷാറ് സാധനം, ഒന്നും കാട്ടില്ല. എന്താ പറയാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്, ഈ വൈദ്യനെ കുറിച്ചിട്ട്? കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞോ. ഉഷാറല്ലേ? ഉഷാറാണ്. മൂന്നാർ ഉഷാറാണ്. ഈ ടൂർ മല കണ്ടിട്ടുണ്ട്. മൂന്നാറില് എത്ര പ്രാവശ്യം? നാലാം പ്രാവശ്യം. 4ാം പ്രാവശ്യമാണ്. അപ്പം പിന്നെ ഇവിടെ തന്നെ സ്ഥിരതാമസാക്കി കൂടെ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് ഫീൽ എന്താ നിങ്ങളെ അഭിപ്രായം പറയും? പറഞ്ഞോളൂ. ഫീലൊക്കെ ഉഷാറാണ് അല്ലേ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ക നല്ല വൈബാണ്. നല്ല ക്ലൈമറ്റ് ഓൾസോ. തണുപ്പ് കുറച്ച് കുറവാണെങ്കിലും ചൂടില്ല. ബാക്കെന്താ വ്യൂ വരുന്നത്? കുതിര ചിലപ്പം കാലായിട്ട് കിക്കിടും. ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം കണ്ടോ, കുളിച്ച സ്ഥലം, അടിപൊളിയായിട്ട്. അപ്പോൾ ഫോട്ടോ പോയിന്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുക കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത ഭാഗത്തോട്ട് നീങ്ങുകയാണ്. അപ്പം മച്ചാന്മാരെ, അപ്പോൾ ഇവിടൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം ഇനി അപ്പുറത്തോട്ട് നിങ്ങൾക്ക് പോകാൻ. അപ്പോൾ ഇനി ഞങ്ങൾ അപ്പുറത്തുനിന്ന് ബാക്കി വിഷ്വൽസ് കാണാം. ഇപ്പൊ നമ്മളുള്ളത് ഏതാണ്? എക്കോ പോയിന്റ് ആണ്. ഇവിടുന്ന് എന്ത് പറഞ്ഞാലും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പറയും. നമ്മൾ ഇവിടുന്ന് എന്ത് പറഞ്ഞാലും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. ഒന്ന് തെളിയിച്ചു കൊടുത്താ എക്കോ പോയിന്റ്. ഇവിടുന്ന് എന്ത് പറഞ്ഞാലും ആ കാട്ടിനുള്ളിൽ ഇങ്ങോട്ട് തിരിച്ചു വരും. അതാണ് എക്കോ പോയിന്റ്. ഒന്ന് തെളിയിച്ചെടുക്ക്. ലങ്കക്കാരൊന്ന് തെളിയിച്ചെടുക്കടാ. അപ്പൊ എക്കോ ഒന്ന് കേൾപ്പിച്ചെന്നോ ലങ്കക്കാരൻ. കേൾക്കുന്നുണ്ട്. സക്സസ്. ഫുള്ള് വീഡിയോ എന്റെ ഫോട്ടോ ആയിക്കോട്ടെ കേട്ടോ. എങ്ങനെ? ഫുള്ളുണ്ട് ഇതില്ലേ? എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് ഈ എക്കോ അനുഭവിച്ചറിയാനാണ് സഞ്ചാരികൾ വരുന്നത്. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, എല്ലാം കൂടെ ഓൾമോസ്റ്റ് അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇവിടെ കയാക്കിങ്, ബോട്ട് സർവീസ്, ഒരുപാട് വാട്ടർ റൈഡുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇതാട്ടെ നമ്മളെ ടീം എക്കോ പോയിന്റിൽ നിന്ന് റെസ്റ്റ് എടുക്കണം. നമ്മളെ ഫുൾ ടീം ആയിട്ടില്ല, ബാക്കി അവിടെ ഉണ്ട്. അത് കറക്റ്റം വരണ്ടേ? എങ്ങനെയുണ്ട് എക്കോ പോയിന്റ്? എങ്ങനെയുണ്ട് ആ എക്കോ? എങ്ങനെയുണ്ട് എന്നൊന്ന് കേൾപ്പിച്ചു കൊടുത്താണ്. കേൾപ്പിച്ചു കൊടുക്കേ. ഓക്കെ ആണ്ടാ ലങ്കക്കാരെത്തിന്ന് എക്കോ പോയിന്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. പൊളിച്ച്. അപ്പോൾ കേട്ടോ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ കൂട്ടത്തിലുള്ളതാണ്. കയാക്കിങ്, ബോട്ട് സർവീസ്, വാട്ടർ റൈഡുകൾ എല്ലാം ആസ്വദിക്കാം നമുക്ക് ഇവിടെ വന്നാൽ. എക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും ആ കാട്ടിനുള്ളിൽ നിന്ന് തിരിച്ചു പറയും. അതാണ് എക്കോ പോയിന്റ് എന്ന് വരാൻ പറയുന്നത്. അടിപൊളിയാണ്, സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഇന്നലെ 0.2 ഇന്നലെ മിനിഞ്ഞാന്നേ അല്ല 0. ഉറപ്പില്ല സാധനത്തിന്.
ഇതട്ടോ നമ്മളെ ഫുൾ ടീം ഉണ്ട് ഇവിടെ. ഇല്ല എങ്ങനെ പറ്റൊന്ന്. ഇത് ഞങ്ങളെ കൂട്ടത്തിലുള്ള കടലൂർ മുത്ത് ശക്തിവേല്. ഇത് മരിച്ചാരി ഇരിക്കണ ഒരു അനക്കം പറ്റേ. ആ അങ്ങനെ ഇരിക്ക്. ഇവിടുത്തെ ഇക്കോ പോയിന്റ് ബോട്ടിംഗ് സെന്റർ എൻട്രൻസ് 10. ആ സ്പീഡ് ബോട്ട് 400, സ്റ്റിൽ ക്യാമറ 150, പ്രൊഫഷണൽ ക്യാമറ 600. ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, തേയില ചായപ്പൊടി, പിന്നെ റെഡ് ഗ്രേപ്പ് ജ്യൂസ്, വൈന്, അങ്ങനെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ നമ്മളെ കാഴ്ച കൂൾ ഷോപ്പ്, പിന്നെ അതുപോലെ ചോക്ലേറ്റ് ഷോപ്പ്, അതുപോലെ നമ്മളെ ചോക്ലേറ്റ്, തേയില, ടോയ്സ്, ഇങ്ങനത്തെ ഷോപ്പുകൾ തന്നെ ഉള്ളു ഇവിടെ. അത് കൂടുതൽ ഷോപ്പൊന്നുമില്ല, കുറച്ച് ഷോപ്പുകളേ ഉള്ളൂ. ടോയ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ടോയ്സൊക്കെ എല്ലാം വെറൈറ്റി ടോയ്സുകളുണ്ട്. തിരൂർ ഗൾഫ് മാർക്കറ്റിനുള്ളിൽ പോയ പോലെ ഒരു ഫീലുണ്ട് ടോയ്സൊക്കെ ഇട്ടാൽ. പൊളിയാ. പിന്നെ ക്യാപ്പുകളുണ്ട്, ലേഡീസ് വാലറ്റ്, ലേഡീസ് ബാഗ്, കീ ചെയിൻസ്, ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ്. ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ബസ്സിനടുത്തോട്ട് പോവാണ്. ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പ്ലാൻ ചെയ്യാനുള്ളത്. അല്ല ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി നമ്മൾ ടോപ്പ് സ്റ്റേഷൻ അവിടെ കഴിഞ്ഞു. അതും കൂടെ ഉള്ളൂ അല്ലേ? ടോപ്പ് സ്റ്റേഷനും കൂടെ ഒന്ന് പോകാനുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി സമയം ഉണ്ടെങ്കിൽ വട്ടവട ചിലപ്പോൾ ഒന്ന് വട്ടമായി നോക്കാം നമുക്ക്. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പ്. അതിൻ്റെ കാരണം ഉണ്ടോ? ഈ തണുപ്പിൻ്റെ കാരണം അത്രയും മരങ്ങളിങ്ങനെ ഒരു കുട ചൂടി വെച്ച പോലെ ഇങ്ങനെ നിൽക്കണം. പൊളിച്ച വൈബ് ഇട്ടോ, നല്ല തണുപ്പാണ്. ഓവറില്ലെങ്കിലും ചൂടില്ല. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ മുന്നേ നമ്മൾ കുണ്ടല ഡാമിലാണ് ആദ്യം പോകുന്നത്. ഡാമിൽ പോകുമ്പോൾ തന്നെ ഇതാ നമ്മൾ ക്യാരറ്റ് കണ്ടുകൊണ്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ കുണ്ടല ഡാമിലേക്കാണ് പോകുന്നത്. ഡാമിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഡാം കുണ്ടല ഡാം. ഇതട്ടോ ഡാമിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടുന്ന കാഴ്ചയാണ്. കുണ്ടല ഡാം ചെറിയ ഡാമാണ്. ഇത് കുണ്ടല ഡാം. എങ്ങനെയുണ്ട് കണ്ടിട്ട് കുണ്ടല ഡാം? കുണ്ടളാണ്. പോയി കുണ്ടല ഡാം എന്താ പാട്? കുഴപ്പമില്ല, എന്നോട് പറയാൻ ഒന്നും ഒഴിവാക്കില്ല, ഒക്കെ ഉണ്ട്. ഇത് തമിഴ്പയ്യൻ സൂപ്പർ അല്ലേ? ശക്തി സൂപ്പർ. കുണ്ടല ഡാമിന്റെ മുകളിൽ നിന്നും ശക്തിവേലിന്റെ കൂടെ നമ്മളിങ്ങനെ പോവാണ്. കച്ചവടക്കാരൊക്കെ ഉണ്ട്, പെരുവിധ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഡാമിന്റെ കയറുന്ന ആ ഭാഗത്തുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ നമ്മളെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നമുക്ക് പറയാം. ഇവരിവിടെ ഹോം മെയ്ഡ് എന്നൊക്കെ പറയും. ചോക്ലേറ്റ് ആണ് മെയിനായിട്ട്. ടോയ്സ്. പിന്നെ ഈ മരം ഒരു വമ്പനൊരു കാഴ്ചയാണ് കേട്ടോ. നല്ലൊരു പൈൻ ഫോറസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ മരത്തിൻ്റെ
അടിയിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ, AC കൂടെ പോകുന്ന പോലെ നല്ല തണുപ്പുണ്ട്, മുഖത്തൊക്കെ നല്ല തണുപ്പ്. ഇതാണ് തണുപ്പ്. ശക്തി പറഞ്ഞ ഇതാണ് തണുപ്പെന്ന്. ഇതാണ് തമിഴ്നാട്ടുകാരൻ പയ്യൻ പറഞ്ഞേ, ഇതാണ് തണുപ്പെന്ന്. ഇതാണോ തണുപ്പ് ശക്തി? ഇതാണോ തണുപ്പ്? ആ സൂപ്പർ. അപ്പോൾ കേട്ടോ നല്ലൊരു വ്യൂ ആണ്. ഇതിനുള്ളിൽ ഇരുന്നാൽ നമ്മൾ കുറേ ബിൽഡിങ്ങിൻ്റെയും വീടുകളുടെ ഒക്കെ ഉള്ളിൽ ഇരുന്നിട്ട് റിലാക്സിന് വേണ്ടി വന്നിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പുളിക്കും കുണ്ടള ഡാമിൽ നിന്നും SJ കേൾട്ടൻ ഷാബസ് വ്ലോഗ്. ഇത് കുണ്ടള ഡാമിൽ പരിസരത്തുള്ള സ്ഥലമാണ്. എങ്ങനെയുണ്ട്? പുളി ബൈക്കിംഗ് കയറില്ലടാ. ഇവിടെ വട്ടത്ത് ബോട്ടുകളുണ്ട്, കയാക്കിംഗ് ഉണ്ട്, എല്ലാം തയ്യാറെടുക്കുന്നുണ്ട്. റേറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് റേറ്റ് വരുന്നത്. പ്രീമിയം വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിൽ വരുന്നത് കയാക്കിങ് 1 പേഴ്സണ് 250, 2 പേഴ്സണ് 400, വാട്ടർ റോളർ പേഴ്സണ് 200, 4 പേഴ്സണ് 200, ബാംബു ക്രാഫ്റ്റിങ് 200 ഒരാൾക്ക്, 4 ആൾക്ക് 200. അങ്ങനെതാ മറ്റുള്ളതുണ്ട്. വാട്ടർ സൈക്ലിങ്ങും കാശ്മീരി ഷിക്കാറി എല്ലാം ഉണ്ടല്ലോ. അതിന് വരണം. ഇതാ നമ്മളെ ചങ്കന്മാര് റെസ്റ്റിലാണ്. ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. എല്ലാവരും ഉണ്ട്. എന്താടാ ഫുഡ് എന്താ? പൊതിച്ചോറാണ്. പൊതിച്ചോറിനുള്ള കാത്തിരിപ്പ്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. പൊതിച്ചോറാണ്. പൊതിച്ചോറിനുള്ള കാത്തിരിപ്പാണ്. ഏകദേശം ഞങ്ങളെ യാത്ര അവസാനിപ്പിക്കാൻ പോവാണ്. ഈ വ്യൂ പോയിന്റ്, ഇത് ഏത് വ്യൂ പോയിന്റാടാ? ഗുണ്ടല. ഏത്? ടോപ്പ് സ്റ്റേഷൻ. ഓക്കെ, ടോപ്പ് സ്റ്റേഷൻ. ഇത് ഞങ്ങളെ ലാസ്റ്റ് ഞങ്ങളെ ഏകദേശം നിർത്താൻ പോവാണ്. ടോപ്പ് സ്റ്റേഷനെ പാടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും. എന്താ പറയുന്നത്? ഭയങ്കര എക്സ്പീരിയൻസ്. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മേൻ്റെ ഷോപ്പുണ്ടോ? ഇതവിടെ ഞങ്ങൾക്ക് നല്ല നാടൻ സ്ട്രോബറി. ഇവിടെ എടുക്കുന്ന സ്ട്രോബറി കിലോ എത്രയാണെന്ന് അറിയില്ല, ചോദിച്ചു നോക്കണം. പിന്നെന്താ അങ്ങനെ ചെറിയ കടകളുണ്ട്. ചായക്കടയുണ്ട്, മുറുക്കുണ്ട്, മുറുക്ക് ഓംപ്ലേറ്റ്. ചായപ്പൊടിയാണ് മെയിനായിട്ട് കൂടുതൽ കാണുന്നത്. പിന്നെ നൊസ്റ്റാൾജിയ ഷോപ്പ്, കടലമിഠായി അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ തേനാറ്, കടിച്ചാ പറിച്ചി. നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കച്ചവടക്കാരെ പൂരം പറയുന്നത്. ഇത് നമ്മുടെ മലപ്പുറത്തെ നേർച്ചൻ്റെ ഒക്കെ പോലെ തന്നെ കച്ചവടക്കാർ കുറേ ഉണ്ടല്ലോ. 2 സൈഡിലും തലങ്ങും വിലങ്ങും കച്ചവടക്കാരാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാം. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, പറഞ്ഞ ക്യാഷ് അങ്ങോട്ട് കൊടുത്ത് വാങ്ങൂലല്ലോ, ബാർഗെയിൻ ചെയ്യണം.
അങ്ങനെയാണല്ലോ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോപ്പ് നല്ല വാഴൻ്റെ ഇതിൽ വെച്ച് നല്ല അടിപൊളി സോപ്പ്. പാളൻ്റെ ഇതിൽ വെച്ച് നല്ല സോപ്പ്. നാച്ചുറൽ ഹോം മെയ്ഡ് സോപ്പ്. പിന്നെ ചോക്ലേറ്റ്. ഓ മൈ ഗോഡ്, ചോക്ലേറ്റ് കൂടെ കലവറ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക്. ഓ തേയില, ചായപ്പൊടി. ഇതാണ് ചായപ്പൊടി 50 രൂപ, ചോക്ലേറ്റ് 50, വൈൻ 100 രൂപ. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മൊത്തം ചോക്ലേറ്റ് ഷോപ്പാണല്ലോ, മൊത്തം ചോക്ലേറ്റ്. ഹായ് മൊത്തം ചോക്ലേറ്റ് ഷോപ്പാണ്. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയോ, ഫൈനലി ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ടോപ്പ് സ്റ്റേഷൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ടിക്കറ്റ് അപ്പോൾ നമ്മളെ ടോപ്പ് സ്റ്റേഷൻ ഇതാ. അതിന് ടോപ്പിലല്ലേ കയറണ്ടേ? അതിന് ടോപ്പ് കയറിയിട്ട് നമുക്ക് അവിടുത്തെ വിഷ്വൽസ് കാണാം. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ ടോപ്പ് കണ്ട് കയറുന്ന മുന്നേ കുറച്ച് താഴെയുള്ള കാഴ്ചയാണിത്. ഇത് തന്നെ അത്യാവശ്യം ഉഷാറാണ്. ഇനി നമുക്ക് കയറാനുള്ളത് ഗായ്സ് ദാ ടോപ്പ്. അതിൻ്റെ ടോപ്പ് കയറുമ്പോഴാണ് ടോപ്പ് സ്റ്റേഷൻ വ്യൂ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ തട്ടാ നമ്മൾ മറ്റേ എന്താ പറയുക ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട്, 10 രൂപ ആളുണ്ട്. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലോട്ട് ഇതാ ലങ്കൻ കരീബിയൻസ് ഇറങ്ങിപ്പോകുന്നു. കരീബിയൻസ് അപ്പോൾ മക്കളെ കുറച്ചാണ്ട് എത്തിയിട്ടെടുക്കാം. ഞാൻ വ്യൂ പോയിന്റിൻ്റെ ലേശം ഭാഗത വ്യൂ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ കണ്ടോണി. പൊളി. വ്യൂ പോയിന്റ് സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. കയമയാ വൈകളും കല്ലും മുള്ളൊക്കെയാണ്, മുള്ളില്ലെങ്കിലും പാറക്കഷ്ണങ്ങളൊക്കെയാണ്. എന്താ നിങ്ങളെ ബ്യൂട്ടിഫുൾ വ്യൂ. ഇതിപ്പോൾ ആകാശത്തിനോട് മുട്ടിയില്ല വെച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താ ഇതൊക്കെ കാണാതെ നമ്മൾ ജീവിച്ചിട്ടെന്താ? കാണാനുള്ളതൊക്കെ കാണണ്ടേ? ഹിൽ ടോപ്പ് സ്റ്റേഷൻ. അടിപൊളിയാട്ടോ. പോയിട്ടുള്ളൂ. മഴ ഇവിടെ ഇറക്കില്ല തോന്നുന്നു. മഴക്കാലത്തിന് ഇറക്കില്ല. ഇവിടെ വൈകി വരും പ്രശ്നം ഉണ്ടാവും. എടാ ശ്രദ്ധിച്ചിറങ്ങണം കേട്ടോ. താഴത്തേക്ക് വീണാലേ പിന്നെ ഹെലികോപ്റ്ററും നേവിയൊക്കെ വന്നാലും തെരഞ്ഞാലും കിട്ടൂലെന്നാ പറഞ്ഞത്. ഇവിടെ ഇറങ്ങി പോണം. നമ്മളെ ടീംസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ ആദ്യം പൈസ ഇല്ലാതെ ഇറങ്ങിയ ആൾക്കാരാണ്. 7650 അടി. അതൊന്നും താഴേക്ക് 7650 അടി താഴത്തേക്ക്. അപ്പോൾ വ്യൂ കണ്ടോളി മക്കളെ. പടച്ചോൻ്റെ ബഹറാണ്. ഇതൊക്കെ കാണണം. ഇതൊക്കെ കാണാതാണ്ട് മരിച്ചിട്ട് കാര്യമില്ല, കണ്ടിട്ട് മരിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങിക്കോളി. അല്ല ബഹർ എന്ന് പറഞ്ഞാൽ കടലൊന്നും പറയും നമുക്ക്. പടച്ചോൻ്റെ ദുനിയാവ്
ഇനിയിപ്പോൾ അങ്ങനെയാണ് കൂട്ടി ചേർക്കുക. ഈ കയ്യാബദ്ധം പറ്റിയതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളെ പോയിന്റ് അവിടെയാണ്. എന്താ ആ ടോപ്പൊന്നും ഇങ്ങനെ നമ്മളെ ചങ്കന്മാരെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ഹിൽ വ്യൂ പോയിന്റിലൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യാ മോനെ, പൊളി 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 പൊളി. കോടമഞ്ഞ് ഇറങ്ങിയ കാരണം ക്ലിയർ കുറച്ച് കുറവുണ്ട്. ക്ലിയർ വലിയ കുറവില്ലെങ്കിലും കുറച്ച് കുറവുള്ളൂ. ഓ പൊളിച്ചിട്ടോ. ആ 25 റുപ്യക്കുള്ള മുതൽ ഇവിടെ ഉണ്ട്. അടിപൊളി അടിപൊളി. നൈസ് നൈസ് നൈസ്. നൈസ് പൊളിച്ച വ്യൂ. അടിപൊളി വൈബാണ്. പൊളി 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 പൊളി. മുതലായില്ലേ? 25 വകുപ്പില്ലേ ഇവിടെ? ഇല്ലേ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ല. പോരാ പോരാ. പിന്നെ 25 ബാൻഡ് ഇവിടെ ഇല്ലെന്നാ പറഞ്ഞു. നമുക്ക് കണ്ടെടുത്തോളം ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പർ സൂപ്പർ. പൊളിച്ചില്ലേ? പൊളിച്ചില്ല. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി അടിപൊളി. ഹലോ, ആ ടോപ്പിൽ കാണുന്നുണ്ടോ? അത് ആൾ താമസമുള്ള വീടോ ബിൽഡിംഗ് എന്താണ്? അത്രയും ടോപ്പിൽ വരെ ആളുണ്ട് ഇവിടെ. പുളി പുളി. പിന്നെ ടോപ്പിന്റെ നേരെ താഴെ, ഇത്രയും താഴെ കണ്ടോ, മിന്നായം പോലെ കാണുന്നു. പുളിയാണ് ഏതായാലും. അപ്പോൾ ഞങ്ങൾ ഏകദേശം വ്ളോഗ് നിർത്തുകയാണ്. ഞങ്ങളെ യാത്ര ഇനി നേരെ പാക്കപ്പ്. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മളെ ലാസ്റ്റ് ടൂറിന്റെ എൻഡിങ്ങിലുള്ള ഫുഡാണ്. അപ്പോൾ ഇതോടെ എല്ലാവരും നല്ല പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഫുഡില്ല. ഓക്കെ, മതി മതി മതി. എൻ്റെ വോയിസിന് കോപ്പിറൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ഇരിക്കണ സെറ്റപ്പ് ഒന്നേ, എല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്ത് പ്ലേറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. കേട്ടോ, നമ്മളെ നവതാരയും ലങ്കയും ഫുള്ളുണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ആദ്യം കറിയാണ് എത്തിയത്. പിന്നെ ചപ്പാത്തി ഉണ്ട്. സൈഡ് ചപ്പാത്തിക്കാരൻ ചപ്പാത്തിയും പൊറാട്ടൊക്കെ വാരിയിട്ടുണ്ട്. ഞാൻ വരാം. പൊറാട്ടയാണ് കഴിക്കണേ. പാസ് ചെയ്ത് വരികയാണ്. ചിക്കൻ 65 നമ്മള്.
നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കൻ 65 അല്ലതേ, 65. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടങ്ങയാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി.